ഒരു വലിയ തിരമാല പോലെ ഉയർന്നു പൊങ്ങുന്ന ഒരു മാരകായുധം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ഭീമൻ തിരമാലയ്ക്ക് തീരദേശ നഗരങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ സെക്കൻഡുകൾ മാത്രം മതി. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ രംഗമല്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വികസിപ്പിച്ചെടുത്ത ഒരു യഥാർത്ഥ ആശയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അമേരിക്കയുടെ പേടി സ്വപ്നമായ ആ സുനാമി ബോംബ് കൈവശമുള്ള രാജ്യത്തെക്കുറിച്ച്. ഇന്ന് ലോകരാജ്യങ്ങൾ ഭയക്കുന്ന ആ രാജ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലായോ? സിന്ധു നദീ കരാർ അവസാനിപ്പിച്ച് ഇന്ത്യ ജലയുദ്ധം ആരംഭിച്ചുവെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ ജലം ഉപയോഗിക്കുന്ന അതിമാരകമായ ഒരായുധം ഈ ലോകത്തുണ്ട്. ഭൂമിയുടെ 2/3 കടലാണല്ലോ. ആ കടലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അതിനെ സുനാമിയാക്കി ലോകത്തെ മുഴുവനായും വിഴുങ്ങാൻ തക്ക ശേഷിയുണ്ട് ആ മാരകായുധത്തിന്. കൃത്രിമമായി സുനാമി സൃഷ്ടിക്കാൻ ശേഷിയുള്ള സുനാമി ബോംബിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആ മാരകായുധം ഇന്ന് കൈവശം വെച്ചിരിക്കുന്ന 2 രാജ്യങ്ങളെ കുറിച്ചും. ആരാണ് ആ രാജ്യമെന്ന് നിങ്ങൾക്കറിയാമോ? അറിയുമെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടി ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് 100-ലധികം തീവ്രവാദികളെ വധിച്ചുകൊണ്ട് ഇന്ത്യൻ സായുധ സേന തങ്ങളുടെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തു. മെയ് 7-ന് പുലർച്ചെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുള്ള ഈ മിന്നലാക്രമണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ചും ആയുധശേഷിയെക്കുറിച്ചും വലിയ ചർച്ചകൾക്കും വഴിവെച്ചു. ഈ സാഹചര്യത്തിൽ ലോകത്ത് നിലവിലുള്ള അതീവ വിനാശകാരികളായ ചില ആയുധങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാകുകയാണ്. സാധാരണ ആണവായുധങ്ങൾക്കപ്പുറം സമുദ്രത്തിനടിയിൽ പൊട്ടിത്തെറിച്ചാൽ ഭീമാകാരമായ റേഡിയോ ആക്റ്റീവ് സുനാമി തിരകൾ സൃഷ്ടിച്ച് ഭൂഖണ്ഡങ്ങളെ പോലും മുക്കിക്കളയാൻ ശേഷിയുള്ള ചില ആയുധങ്ങൾ ലോകത്ത് 2 രാജ്യങ്ങളുടെ കൈവശം മാത്രമേ നിലവിലുള്ളൂ എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുനാമി ബോംബ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബോംബിനെ കുറിച്ച് കൂടുതൽ അറിയാം അല്ലേ? ജീവൻ ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണല്ലോ. അതേപോലെ ജീവൻ എടുക്കാനും ജലത്തിന് സാധിക്കും. അത്തരം നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 2004-ലെ സുനാമി ദുരന്തം നമ്മുടെ ഓർമ്മകളിൽ ഇപ്പോഴും മായാതെ അവശേഷിക്കുന്നുണ്ടാകുമല്ലേ? ഇത് തന്നെയാണ് സുനാമി സൃഷ്ടിക്കുന്ന ഒരായുധം എന്ന ആശയത്തിലേക്ക് രാജ്യങ്ങളെ എത്തിച്ചു തുടങ്ങിയത്. സംസാര ഭാഷയിൽ സുനാമി ബോംബ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മാരകായുധം ചരിത്രപരമായി പരിവേഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ വ്യാപകമായ നാശം വിതയ്ക്കാൻ കഴിവുള്ള കൂറ്റൻ തിരമാലകൾ സൃഷ്ടിക്കുന്നതിന് വെള്ളത്തിനടിയിലുള്ള സ്ഫോടനങ്ങളുടെ അപാരമായ ശക്തി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ ആയുധങ്ങളുടെ ലക്ഷ്യം പോലും. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയും ന്യൂസിലാൻഡും പ്രൊജക്ട് സീൽ എന്നറിയപ്പെടുന്ന ഒരു രഹസ്യ പദ്ധതിയിൽ സഹകരിച്ചു പ്രവർത്തിച്ചു. വെള്ളത്തിനടിയിലുള്ള സ്ഫോടനങ്ങൾ ഉപയോഗിച്ച് വിനാശകരമായ സുനാമികൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ആയുധം വികസിപ്പിക്കുക എന്നതായിരുന്നു ഈ സഹകരണത്തിന്റെ നിഗൂഢ ലക്ഷ്യം. 1944-നും 1945-നും ഇടയിൽ ഓക്ലാൻഡിന്റെയും ന്യൂ കാലിഡോണിയയുടെയും തീരത്ത് ഏകദേശം 3700 പരീക്ഷണ സ്ഫോടനങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നു. സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന കടുത്ത മത്സരങ്ങൾക്കിടയിൽ ഇരുവരും ശ്രദ്ധിച്ചത് മികച്ച ആയുധ നിർമ്മാണം തന്നെയാണ്. അത് തന്നെയായിരുന്നു ഇതിന്റെയും പശ്ചാത്തലം. അങ്ങനെ ന്യൂസിലാൻഡും അമേരിക്കയും ചേർന്ന് നടത്തിയ ആയുധ പരീക്ഷണം വിജയിക്കാതെ വന്നതോടെ അമേരിക്ക ആകെ നിരാശരായി. എന്നിരുന്നാലും തീരദേശത്ത് നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെ, അതായത് 20 ലക്ഷം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നത് വിനാശകരമായ തിരമാലയ്ക്ക് കാരണമാകുന്നുവെന്ന് സിദ്ധാന്തിക്കാൻ ഈ പരീക്ഷണത്തിലൂടെ സാധിച്ചു. ഈ കണ്ടെത്തലുകളിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിലും പദ്ധതി പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. സമീപ വർഷങ്ങളിൽ റഷ്യ പോസിഡോൺ ടോർപിഡോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് 6 എന്നറിയപ്പെടുന്ന ഒരു ആണവ ശക്തിയുള്ള ആണവായുധം ഘടിപ്പിച്ച ആളില്ലാത്ത അണ്ടർ വാട്ടർ വാഹനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 1000 മീറ്റർ വരെ ആഴത്തിലും 100 നോട്ട് വരെ വേഗതയിലും സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ആയുധം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു ന്യൂക്ലിയർ വാർ ഹെഡ് ഘടിപ്പിച്ചിരിക്കുന്ന പോസിഡോൺ തീരദേശ ലക്ഷ്യങ്ങൾക്ക് സമീപം സ്ഫോടനം നടത്താനും വിശാലമായ തീരദേശ പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കാനും മലിനമാക്കാനും ഉദ്ദേശിച്ചിട്ടുള്ള വലിയ റേഡിയോ ആക്റ്റീവ് സുനാമികൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നതാണ്. റഷ്യയാണ് ഈ ഭീകരശേഷിയുള്ള ആയുധം കൈവശം വെച്ചിരിക്കുന്ന രാജ്യം. പോസിഡോൺ എന്ന് പേരിട്ടിരിക്കുന്ന ഇത് ഒരു ആണവ ശക്തിയുള്ള അണ്ടർ വാട്ടർ ഓട്ടോണമസ് ആയുധ സംവിധാനമാണ്. 2015-ൽ ഒരു രഹസ്യ സർക്കാർ സ്ലൈഡിലൂടെയാണ് റഷ്യൻ മാധ്യമങ്ങൾ ആദ്യമായി ഇതിനെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. അന്ന് സ്റ്റാറ്റസ് 6 ഓഷ്യാനിക് മൾട്ടിപർപ്പസ് സിസ്റ്റം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. അടിസ്ഥാനപരമായി പോസിഡോൺ ഒരു ആണവ പോർമുന ഘടിപ്പിച്ച അണ്ടർ വാട്ടർ ഡ്രോൺ അഥവാ ടോർപിഡോ ആണ്. 2018-ൽ അന്നത്തെ റഷ്യൻ പ്രസിഡന്റ്
പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തെ ഏറ്റവും പുതിയ സൂപ്പർ ആയുധങ്ങളിൽ ഒന്നായി ഇതിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. 2022 മെയ് മാസത്തിൽ ഒരു റഷ്യൻ TV അവതാരകൻ ഈ ആയുധത്തിന് ബ്രിട്ടനെ 500 മീറ്റർ ഉയരമുള്ള റേഡിയോ ആക്റ്റീവ് സുനാമിയിൽ മുക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടിരുന്നു. ഒരു ഭൂഖണ്ഡാന്തര ആണവോർജ ടോർപിഡോയായ പോസിഡോൺ മറ്റ് മിസൈലുകളേക്കാൾ വേഗത കുറഞ്ഞതാണെങ്കിലും ഒരിക്കൽ വിക്ഷേപിച്ചാൽ അതിനെ തടയുക എന്നത് അസാധ്യമാണെന്നാണ് കരുതപ്പെടുന്നത്. 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ടോർപിഡോയ്ക്ക് 1000 മീറ്റർ ആഴത്തിൽ മണിക്കൂറുകളിൽ 100 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. 2 മെഗാടൺ ശേഷിയുള്ള ആണവായുധം വഹിക്കാൻ പോസിഡോണിന് സാധിക്കും. ഇതിന്റെ സ്ഫോടനം തീരപ്രദേശങ്ങളിൽ നാശം വിതയ്ക്കുന്ന റേഡിയോ ആക്റ്റീവ് സുനാമിക്കും കാരണമാകും. 2023 മാർച്ചിൽ ഹെയിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു അണ്ടർ വാട്ടർ ആക്രമണ ഡ്രോണിന്റെ വിജയകരമായ പരീക്ഷണം ഉത്തര കൊറിയ പ്രഖ്യാപിക്കുന്നുണ്ട്. അതായത് റഷ്യയ്ക്ക് പിന്നാലെ ഈ ആയുധത്തെക്കുറിച്ച് വീണ്ടും പരിവേഷണവും നിരീക്ഷണവും ഒക്കെ നടത്തുന്ന രാജ്യം റഷ്യയുടെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഉത്തര കൊറിയയാണ്. കൊറിയൻ ഭാഷയിൽ ഈ പദത്തിന്റെ അർത്ഥം സുനാമി എന്നാണ്. ആണവായുധ വാഹക ശേഷിയുള്ള ഈ ഡ്രോൺ ശത്രു നാവിക ആക്രമണ ഗ്രൂപ്പുകൾക്കും തുറമുഖങ്ങൾക്കും സമീപം വെള്ളത്തിനടിയിൽ പൊട്ടിത്തെറിച്ച് റേഡിയോ ആക്റ്റീവ് സുനാമി സൃഷ്ടിക്കുന്നതിനാലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഹെയിലിന്റെ കഴിവുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പരിമിതമാണെങ്കിലും എതിരാളികളെ തടസ്സപ്പെടുത്താനും തടയാനും ലക്ഷ്യമിട്ടുള്ള പാരമ്പര്യേതര ആയുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഉത്തര കൊറിയയുടെ ഉദ്ദേശത്തെ പ്രഖ്യാപനം അടിവരയിടുന്നതാണ്. ഉത്തര കൊറിയയാണ് ഈ ഭീകരശേഷി കൈവശമുള്ള രണ്ടാമത്തെ രാജ്യമെന്ന് മനസ്സിലായല്ലോ. ഉത്തര കൊറിയയുടെ കൈവശമുള്ള ഏതൊരു ആയുധവും പ്രത്യക്ഷമായും പരോക്ഷമായും അമേരിക്കയ്ക്കാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. 2024 ജനുവരിയിൽ ജപ്പാൻ കടലിൽ ഒരു പുതിയ അണ്ടർ വാട്ടർ ആണവായുധ സംവിധാനത്തിന്റെ പരീക്ഷണം ഉത്തര കൊറിയ നടത്തിയതായി പ്രഖ്യാപിക്കുന്നുണ്ട്. ഹാൽ 523 എന്ന് നാമകരണം ചെയ്ത ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ നടപടി ഇന്തോ പസഫിക് മേഖലയിലെ പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. 2023 തുടക്കത്തിൽ പരീക്ഷിച്ച സമാനമായ ഒരു ഡ്രോണിന്റെ പുതിയ പതിപ്പായിട്ട് ഇത് മാറുകയാണ്. ഉത്തര കൊറിയയുടെ ആണവശേഷിയിലെ ഒരു പുതിയ അപകടകരമായ വികാസത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നിവ ഉൾപ്പെട്ട സംയുക്ത സൈനിക അഭ്യാസങ്ങൾക്ക് മറുപടിയായാണ് ഉത്തര കൊറിയ ഈ പരീക്ഷണം നടത്തിയതെന്നും അമേരിക്കയിൽ നിന്നുള്ള ഭീഷണികൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമാണിതെന്നും അവർ വ്യക്തമാക്കി. ആണവ പോർമുനകൾ വഹിക്കാനും വ്യാപകമായ നാശം വരുത്താനും സമുദ്രത്തിനടിയിലെ സ്ഫോടനത്തിലൂടെ സുനാമി പോലുള്ള ഭീമാകാരമായ തിരമാലകൾ സൃഷ്ടിക്കാനും ഡ്രോണിന് കഴിവുണ്ടെന്ന് ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടുകളും അവകാശപ്പെടുന്നു. വെള്ളത്തിനടിയിലെ സ്ഫോടനങ്ങളിലൂടെ വലിയ തോതിലുള്ള സുനാമികൾ സൃഷ്ടിക്കുന്നതിന്റെ സാധ്യത ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. വെള്ളത്തിനടിയിലെ ആണവ സ്ഫോടനങ്ങൾക്ക് ഗണ്യമായ തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും സ്വാഭാവിക ഭൂകമ്പ സംഭവങ്ങളെ അപേക്ഷിച്ച് അവ പൊതുവെ തിരമാലകൾ സൃഷ്ടിക്കുന്നതിൽ കാര്യക്ഷമത കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത്തരം സ്ഫോടനങ്ങളിൽ നിന്നുള്ള മിക്ക ഊർജ്ജവും കരയിൽ എത്തുന്നതിന് മുൻപ് ചിതറിപ്പോകുകയാണ് ചെയ്യുക, പ്രത്യേകിച്ച് ഭൂഖണ്ഡാന്തര ഷെൽഫിലെ തിരമാലകൾ പൊട്ടുന്നത് കാരണം. തന്ത്രപരമായ കാഴ്ചപ്പാടിൽ പോസിഡോൺ, ഹെയിൽ തുടങ്ങിയ ആയുധങ്ങൾ പരമ്പരാഗത മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന പ്രതിരോധങ്ങൾ വികസിപ്പിക്കുന്നതിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. വ്യാപകമായ പരിസ്ഥിതി മലിനീകരണത്തിലും ലക്ഷ്യമിട്ടുള്ള പ്രദേശങ്ങളിൽ ദീർഘകാലത്തേക്ക് വ്യാസയോഗ്യമല്ലാത്ത അവസ്ഥയ്ക്കും കാരണമാകാനുള്ള അവയുടെ കഴിവ് അവയുടെ പ്രതിരോധ ഫലത്തിന്റെ ഒരു മാനസികമായിട്ടുള്ള ഒരു മാനമാണ് നൽകുന്നത്. എന്നിരുന്നാലും അത്തരം ആയുധങ്ങളുടെ വിന്യാസം കാര്യമായ ധാർമ്മികവും നിയമപരവുമായ ആശങ്കകൾ ഉയർത്തുന്നതാണ്. പ്രത്യേകിച്ച് സായുധ സംഘടനാ നിയമങ്ങളെക്കുറിച്ചും സിവിലിയൻ ജനതയ്ക്ക് വിവേചനരഹിതമായ ദോഷം വരുത്താനുള്ള സാധ്യതയെക്കുറിച്ചും പറയുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സൈദ്ധാന്തിക ആശയങ്ങളിൽ നിന്ന് നൂതനമായ ആണവ ശക്തിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകളുടെ വികസനം വരെയുള്ള സുനാമി സൃഷ്ടിക്കുന്ന ആയുധങ്ങളുടെ പരിണാമം പാരമ്പര്യേതര മാർഗങ്ങളിലൂടെ തന്ത്രപരമായ മികവ് നേടാനുള്ള നിരന്തരമായ അന്വേഷണത്തെ എടുത്തു കാണിക്കുന്നതാണ്. അത്തരം ആയുധങ്ങളുടെ പ്രായോഗിക ഫലപ്രാപ്തി സംശയാസ്പദമായി തുടരുമ്പോൾ വിനാശകരമായ നാശത്തിനും ദീർഘകാല പരിസ്ഥിതി ദോഷത്തിനും കാരണമാകാനുള്ള അവയുടെ സാധ്യത അവഗണിക്കാൻ കഴിയില്ല. രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യകൾ പരിവേഷണം ചെയ്യുന്നത് തുടരുമ്പോൾ വർധനവ് തടയുന്നതിനും ആഗോള സുരക്ഷ ഉറപ്പാക്കുന്നതിനും അത്തരം ആയുധങ്ങൾ നിയന്ത്രിക്കുന്നതിനും സാധ്യതയുള്ള നിരോധിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള അന്താരാഷ്ട്ര സംഭാഷണങ്ങളിൽ ഏർപ്പെടേണ്ടത് അത്യാവശ്യവുമാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.